അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനാഘോഷം പാലാ ടൗൺ ഹാളിൽ നടന്നു. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ 161ാം ജന്മദിന ആഘോഷം പാലായിൽ പ്രൗഢഗംഭീരമായി നടന്നു. പാലാ ടൗൺ ഹാളിലാണ് സമ്മേളനം നടന്നത്. കോട്ടയം, മീനച്ചിൽ, വൈക്കം, ഏറ്റുമാനൂർ യൂണിയനുകളുടെ നേതൃത്വത്തിൽ പാലാ KSRTC ജംഗ്ഷനിൽ നിന്ന് ജന്മദിന ഘോഷയാത്ര ആരംഭിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കാളികളായി. ജന്മദിന സമ്മേളനം മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജനപ്രതികൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം കർഷകർക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾ ശബ്ദമുയർത്തും. അഴിമതിയുടെ കാര്യങ്ങളുണ്ടായാൽ അതിനെതിരായി ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശബ്ദമുയർത്തും എന്ന് പറഞ്ഞ പോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഞാൻ സമീപകാലത്ത് നിയമസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് അതിൽ ഇടപെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഏതാനും MLA-മാർ മാത്രം ചർച്ച ചെയ്യുന്നു, അവർ മാത്രം അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയമല്ല. ഇത് കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമാണ്. കേരളം സാമൂഹ്യ പുരോഗതിയിലേക്ക് വളരണം, ഇവിടെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു സന്തുലിതമായ സാമൂഹ്യ ജീവിതാവസ്ഥയുടെ ഉണ്ടാകും. അതിവിടെ ഉണ്ടായിട്ടുണ്ടോ? അതിവിടെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ ഉണ്ടോ? അതും വേണ്ടതുപോലെ ഇല്ല. ഇന്നും വീടില്ലാത്ത 10,000-കണക്കിന് കുടുംബങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുണ്ട്. വിദ്യാഭ്യാസപരമായ ഒരുപിടി ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും ഇനിയും അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി പോലും പ്രയാസപ്പെടുന്ന എന്തുമാത്രം കുടുംബങ്ങളാണുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മധു നീണ്ടൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ ലോഗോ പ്രകാശനം ചെയ്തു. ഡോക്ടർ കല്ലറ പ്രശാന്ത് ജന്മദിന സന്ദേശം നൽകി. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. മുൻകാല നേതാക്കളെയും ആദരിച്ചു. i4U ന്യൂസ്, പാലാ.